രാജാവ് ഈ ഇഞ്ചൻ വരുന്ന ടാറ്റ സഫാരി ഡീസൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഇതിന് നമുക്ക് 2.5 അതെ അതെ ഇത് നമുക്ക് ഒരു 1.25 കൊടുക്കാം. FS ആണ്, AC പവർ സ്റ്റാറിംഗ്. 1.5 പേപ്പർ എടുത്തിട്ട് നമ്മൾ 1 ലക്ഷം റുപ്യ കൊടുത്തത്. 2006 ലോറ അന്ന് 38 ലക്ഷം റുപ്യക്ക് ഇറങ്ങിയ വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ സൺറൂഫ്, പിന്നെ എല്ലാ ഭാഗം നോക്കി അന്നത്തെ ടോപ്പിന്റെ എല്ലാ ഭാഗം വർക്കിംഗ് കേട്ടാ. കച്ചവടത്തിന് എടുത്തത് തന്നെ ആയിരുന്നു, പിന്നെ എനിക്കത് കൊടുക്കാൻ തോന്നിയില്ല. റേറ്റ് പറയാന് ഇത് നമുക്കൊരു 2.25 ഇത് ഡാറ്റ്സൺ റെഡിയാണ്. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് 2018 മോഡല്. ഈ 2018 മോഡലിന്റെ മാർക്കറ്റ് ഇപ്പൊ പറഞ്ഞാല് 2,70,75,000 ഇത് വരും. പൊട്ടിച്ചു കൊടുക്കണം. 2,10,000 രൂപയ്ക്ക് നമുക്ക് വണ്ടി കൊടുക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ ഒരു വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഞാൻ വെറുതെ പറയണല്ല കേട്ടോ. ഇവിടെ ഇട്ടിരിക്കുന്ന വണ്ടിയൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ, എല്ലാം ലോ ബഡ്ജറ്റിലുള്ള വണ്ടിയാണ്. അത് മാത്രമല്ല, ഞാൻ ഇന്നുള്ളത് വെന്നിയൂർ കാർ വേൾഡിലാണ്. ഇവിടെ കാറുകളൊക്കെ 2 ലക്ഷത്തിൽ താഴെ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ. അതായത് ഇപ്പൊ ഒരു സാധാരണക്കാരന് ഒരു വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. അതുപോലെ തന്നെ സ്റ്റാർട്ടിങ് വണ്ടീന്റെ ഒക്കെ സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്ന വെറും 33,000 രൂപ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നത് സലാമക്കാട് നമുക്ക് ചോദിച്ചറിയാം. പിന്നെ സലാമക്ക, ഇവിടെ കൂടുതൽ ലോ ബഡ്ജറ്റിലുള്ള വണ്ടികളാണ്. നമുക്ക് 1ന്റെ താഴെ ഉള്ളത് മുതല് ഒരു നമ്മളൊരു നാനുണ്ട് 33 റുപ്യ അതുണ്ട്. പിന്നെ 95 റുപ്യന്റെ സാൻഡ്രോ ഉണ്ട്. പിന്നെ ലോഗൺ ഉണ്ട്. ഒക്കെ അതൊക്കെ 1ന്റെ താഴത്തേക്കുള്ള ലോ ബഡ്ജറ്റ് ആണ്. നമ്മളെ കസ്റ്റമർ ഫുള്ള് സാധാരണക്കാരാണ്. കണ്ണൂര്, കാസർഗോഡ്, ഇടുക്കി അവിടുന്നൊക്കെയാണ് നമ്മൾ എടുത്തു വരുന്നത്. ഇത് 2009 പുതിയ പേപ്പർ അൾട്ടോ LXI കേട്ടോ. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നല്ലൊരു ചെറിയൊരു ക്വാളിറ്റിക്കാരൻ വണ്ടിയാണ്. പിന്നെ ഇത് നമുക്ക് 1,05,000 രൂപ കൊടുക്കാം. 5 കൊല്ലം പേപ്പറുള്ള വണ്ടിയാണ്. പിന്നെ നെക്സ്റ്റ് ഇത് 2009 അതേ സെയിം പേപ്പർ തന്നെ കേട്ടോ. 5 കൊല്ലം പേപ്പർ, 4 പുത്തൻ ടയർ, അപ്പോളോ ടയർ ഇട്ടതിന് ശേഷം ഓടിയിട്ടില്ല. പിന്നെ അതേമാതിരി തന്നെ ക്വാളിറ്റിക്കാരനാണ്. അതും നല്ല സീറ്റ് കവർ ഉണ്ട്, നോക്കിക്കോളി. ഇത് നമുക്ക് ഒരു 1.10 കൊടുക്കാം കേട്ടോ. അതെ 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 ഇത് 2003 കോളീസ് ആണ്. ചെറിയൊരു വൃത്തിയാക്കലുണ്ട്. നമ്മൾ ആ വിലക്ക് കൊടുക്കണ വൃത്തിയാക്കാനുള്ള കാശ് കുറച്ചിട്ടാണ് നമ്മളിത് കൊടുക്കണത്. ഇത് നമുക്ക് ഒരു 1.25 കൊടുക്കാം. FS ആണ്, AC പവർ സ്റ്റാറിംഗ് കേട്ടോ. 4 ടയർ ഉണ്ട്, പുത്തൻ ടയറാണ്. 10 സീറ്റ് കോളീസ്. 1.25 കൊണ്ടുവരും. ഒരു 10-25 രൂപ മുടക്കി കഴിഞ്ഞ് പെയിന്റ് ഒക്കെ ഒന്ന് മാറ്റിയാൽ വണ്ടി കുട്ടപ്പനാവും. അടിപൊളി വണ്ടിയാ. ടയർ പുത്തനാണ്. ഡീസൽ ഇത് 2013 നമ്പറായ വണ്ടി കേട്ടത്. അതർ സ്റ്റേറ്റ് ആയിരുന്നു. ഇപ്പൊ കേരള 55 ലിവ ഡീസലാണ്. പിന്നെ 2013 മോഡല്. ഞമ്മക്കിത് 3 റുപ്യ കൊടുക്കാം. ഡീസലാണ്. എല്ലാം ഉണ്ട്. തുറന്ന് കാണിച്ചോളി. ബീറ്റ് ഇത് 2013 ബീറ്റ് ഡീസല് LT ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ ആണ്. പിന്നെ നല്ല കളർ പച്ചത്തത്ത മാതിരി. അപ്പൊ വണ്ടി നല്ലൊരു ക്വാളിറ്റിക്ക് വരെ വണ്ടിയാണ്. ഇതിപ്പോ തന്നെ നമ്മള് ഒരു ചുരുങ്ങിയത് ഒരു 58 രൂപയോളം ഇതിന് ചെലവാക്കിയിട്ടുണ്ട്. ഇനി കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് ഒന്നും ചെയ്യാനില്ല. ഇത് എടുത്തോണ്ട് മതി. നമുക്ക് 1,10,000 രൂപ കൊടുക്കാം. 1.10 കേട്ടാ. ഇത് എവിടെയും കിട്ടൂല. ഫുൾ ഓപ്ഷൻ വണ്ടി. അതെ അതെ ഡീസൽ മൈലേജ് 25 മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. 25 മൈലേജ് കിട്ടും. ഇത് 2007 സാൻഡ്രോ സിംഗ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 5 അലൈവിലൊക്കെ വരുന്ന വണ്ടിയാണ്. ഇത് ടോപ്പ് ഇതിന്റെ സ്റ്റെപ്പിന് അലൈവിലാണ്. ഇത് ടോപ്പ് എൻഡിൽ വരുന്നതാണ്. ഇത് ഞമ്മക്ക് 95 രൂപ കൊടുക്കാം. 95 രൂപ കൊടുക്കാം. 95 രൂപയ്ക്ക് കൊടുക്കാം. നല്ല വണ്ടിയാണ്. ഇതിന് മൈലേജ് ഒരു 16 ഒക്കെ കിട്ടും. 2011 പിന്നെ ഡീസൽ ലോഗൺ. ഇത് 2031 പേപ്പർ ഉണ്ട്. 31 പേപ്പർ എടുത്തിട്ട് നമ്മൾ 1 ലക്ഷം രൂപ കൊടുത്തത്. 1 ലക്ഷം രൂപക്ക്. ഇതെന്ന് പറഞ്ഞാല് 60 രൂപന്റെ ഇഞ്ചിൻ വർക്ക് കഴിഞ്ഞതാണ്. പണി കഴിഞ്ഞ വണ്ടിയാണ് കേട്ടോ. സീറ്റോറൊക്കെ തുറന്നു കാണിച്ചോളി. ടോപ്പ് വണ്ടി കേട്ടോ. ഡീസല് ഇത് I20
ഇത് i20 നമുക്ക് 2011 വണ്ടിയാണ്. ഇത് അതെ, പുതിയ മൊത്തം ചുവപ്പ് കളറാണ്. ഇത് നമുക്ക് 5 കൊല്ലത്തെ പേപ്പർ എടുത്തു കൊടുക്കാം. അപ്പൊ ഓൾറെഡി ഇതിന് ടാക്സ് കിട്ടി, 5 കൊല്ലത്തെ ടാക്സ് ഉണ്ട്. 2031 വരെ പേപ്പർ ഉണ്ട്. 2031 വരെ പേപ്പർ ഉള്ള വണ്ടിയാണ്. ഇത് നമുക്ക് 1.25 കൊടുക്കാം. 5 കൊല്ലം പേപ്പർ അടക്കട്ടാ, 1.25 നമുക്ക് കൊടുക്കാം. ഡീസൽ ഇത് എങ്ങനെയാലും 20-22 മൈലേജ് കിട്ടും. പിന്നെ ആസ്റ്റർ ഓപ്ഷൻ ആണ്. ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഇത് 2011 ഫിനാൻസ് കിട്ടൂല. ഇത് ഫിനാൻസ് 2013 മേലെ കിട്ടുള്ളൂ. പിന്നെ ഇത് എന്ന് പറഞ്ഞാല് 5 കൊല്ലം പേപ്പർ ഉണ്ട്. 2031 വരെ പേപ്പർ. ഓക്കെ ട്ടാ. ഇത് 2008 VDI ഡീസൽ സ്വിഫ്റ്റ് ട്ടാ. VDI ആണ്. 1.54 ഓടിക്കണ്. പിന്നെ ഇത് നമുക്ക് 1.80 കൊടുക്കാം. 180 ട്ടാ. കറുത്ത് നോക്കിക്കോട്ടെ. ഇത് 2011-12 റേസറിലെ A-Star ആട്ടാ. A-Star LXI. LXI നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടിയാണ്. റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ഓ, ടയറൊക്കെ നല്ല ടയറുണ്ട്. പുതിയ അടിപൊളിയായിട്ട്. ഇത് നമുക്ക് 1.40 കൊടുക്കാം. 1.40 കൊടുക്കാം. ഇത് ഹോണ്ട ബ്രിയോ. ഇത് ലേഡീസ് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ലേഡീസ് വണ്ടിയാണ് ബ്രിയോ എന്ന് പറഞ്ഞ എല്ലാരും പറയുന്നത്. അപ്പൊ ഇത് 2012 മോഡലാണ്. 2012 പെട്രോൾ ആണ്. പിന്നെ നോക്കി, നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. നോക്കി, അട്രാക്റ്റീവ് കളറാണ്. ഓ, എല്ലാം ഒക്കെ. ഓ, ഇത് കമ്പനി സീറ്റാണ് ട്ടാ. ബാക്ക് ഒന്ന് കാണിച്ചു കൊടുത്താളി. 4 പുത്തൻ ടയർ, 5 അലൈവിലുണ്ട്. ഇതിന് സ്റ്റെപ്പിനും അലൈവിലായിരുന്നു. ഓക്കെ. ഇത് നമുക്ക് 2 ലക്ഷം രൂപ കൊടുക്കാം. 2 ലക്ഷം രൂപ കൊടുക്കാം. ഓ, നല്ലത്. ഇല്ല. ഇത് 2014 ഡാറ്റ്സൺ ഗോ. കൊമ്പൻ ഡാറ്റ്സൺ ഗോ ആണിത്. പിന്നെ സെക്കൻഡ് ഓണറാണ്. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. നോക്കിക്കൂടി. 2014 മോഡലാണ്. ഇതിനൊപ്പം നമുക്ക് ഫിനാൻസ് ഇടാൻ പറ്റും. ഇതിനെ കിട്ടും. ഇത് നമുക്ക് ഒരു ഫുൾ ഓൺ മണം ചെയ്ത് കൊടുക്കാം. നല്ല. അപ്പൊ ഇതെങ്ങനെയാ? ഇത് നമുക്ക് 1,55,000 കൊടുക്കാം. 1.55 കൊടുക്കാം നമുക്ക്. അതെ. നമുക്ക് 1.5 ലോൺ ചെയ്ത് കൊടുക്കാം. ഇത് സാൻഡ്രോ. നമ്മൾ അവിടെ കണ്ട മാതിരില്ല. ഇത് 2013-14 റേസറാണ് ട്ടാ. 14. ഇത് നമുക്ക് ഒരു 1.15 കൊടുക്കാം. 1,17,000 രൂപ കൊടുക്കാം. പിന്നെ ആ വിലക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് ശരിക്കും 2014 വണ്ടി. ഇത് 1.80, 1.90 വില വരുന്നുണ്ട്. ചെറിയൊരു വർക്ക് ആ സൈഡിൽ ചെയ്തതുകൊണ്ട് ആണ് നമ്മൾ ഈ റേറ്റിന് കൊടുക്കുന്നത് ട്ടാ. അത് വർക്കും കമ്പനിയിൽ നിന്ന് ചെയ്തതാണ് ട്ടാ. ചെറിയ ഓട്ടോ ഓടിയിട്ടുള്ളൂ. 45 ഓടിയിട്ടുള്ളൂ. ഇവിടെ ഒരു ചെറിയൊരു വർക്ക് എടുത്തിട്ടുണ്ട് ഈ സൈഡ് ട്ടാ. ഇതാണ് ഫിയറ്റ് പൂണ്ടോ എന്ന് പറയും. ഇറ്റാലിയൻ പുലി എന്നാണ് നിങ്ങളൊക്കെ പറയല്. ഇതിന്റെ ഇവരെ ഇഞ്ചിനാണ് സ്വിഫ്റ്റുമലൊക്കെ വരുന്നത്. ക്വാർട്ടർ ജെറ്റ്, മൾട്ടി ജെറ്റ് ഒക്കെ ഇഞ്ചിന്. ഇത് 2011-31 വരെ പേപ്പർ ഉണ്ട്. 2031 വരെ പേപ്പറുള്ള വണ്ടിയാണ്. 1.5 ലക്ഷം രൂപ കൊടുക്കാം. ഡീസലാണ്. 1.5 കൊടുക്കാം. ഡീസലാണ്. അല്ല, ഇന്റീരിയല് സെക്കൻഡ് ഓണർ വണ്ടിയാണ്. സെക്കൻഡ് ഓണർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓണർ ഇപ്പൊ നമ്മളാണ്. ഫസ്റ്റ് ഓണർ സിംഗിൾ ഓണർ വണ്ടിയാണ്. നമ്മള് പേർക്ക് മാറ്റിയതാ. അപ്പൊ അത് അന്ന് നല്ല വിലക്ക് ഇറങ്ങിയ വണ്ടിയാണ്. അതൊക്കെ ടോപ്പ് വണ്ടിയാ. 1.5 ലക്ഷം രൂപയ്ക്ക് 31 വരെ പേപ്പർ. ഓക്കെ. 6 കൊല്ലം പേപ്പർ ഉണ്ട് വണ്ടി. ഇത് ഡാറ്റ്സൺ ഗോ പ്ലസ് ആണ്. 7 സീറ്റ് ആണ്. ചെറിയ പാവങ്ങളെ 7 സീറ്റ്, കുട്ടിനോവ എന്നൊക്കെ പറയും നമ്മള്. അപ്പൊ ഇത് 2016 ആണ്. പിന്നെ സിംഗിൾ ഓണർ ആണ്. സെക്കൻഡ് ഓണർ ഇപ്പൊ നമ്മളാണ്. ഒരാൾ ഉപയോഗിച്ച വണ്ടിയാണ്. നമ്മളിപ്പോ നമ്മളെ പേർക്ക് മാറ്റിയതാണ് ട്ടാ. പിന്നെ ഇത് 79 ഓടിയിട്ടുള്ളൂ. പെട്രോള്. സിംഗിൾ ഓണർ. ഇത് നമുക്കൊരു 2.10 കൊടുക്കാം. 2,10,000 രൂപയ്ക്ക്
2,10,000 രൂപയ്ക്ക് 7 സീറ്റ് വണ്ടി. 7 സീറ്റ്. ഓ 2,10,000. നമ്മളത് 2,500 ചോദിച്ചതിന് വണ്ടിയായിരുന്നു. ഇപ്പൊ നമ്മള് ചില 1 വർഷം കഴിഞ്ഞില്ലേ, അപ്പൊ നമ്മള് ഇനിയിപ്പോ പോട്ടെ. ഇത് അതേമാതിരി തന്നെ 2012 പൂണ്ടോ ഡീസല്. 2000 അതേമാതിരി ഇത് ഇറ്റാലിയൻ. അതന്നെ 2012 27 ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട്. ഇത് നമുക്ക് 1,40 കൊടുക്കാം. 1,40 കേട്ടാ. അതിന് പേപ്പർ കൂടുതലാണ്, അതാണുള്ളത്. പിന്നെ ഇത് നോക്കി ഇതിൽ ഇന്റീരിയർ സൂപ്പറാണ്. ടയറൊക്കെ അടിപൊളി ടയറാ. ഡീസല് ഇതില് പെട്രോൾ പൂണ്ട് ഉണ്ടായിരുന്നു, നമ്മളടുത്ത് ഉണ്ടായിരുന്നു. അത് മിഞ്ഞാന്ന് കൊടുത്തു. ഇത് 2013 സ്വിഫ്റ്റ് ഡിസയർ ആണ്, ഡീസലാണ് ട്ടാ. 1,54 ഓടിക്കണ്. ഓക്കെ, അതെ. ഇത് നമുക്കൊരു 2,80 കൊടുക്കാം. 2,80,000 രൂപയ്ക്ക്. ഓ ലോൺ കിട്ടും, ലോൺ ഈസി ആയിട്ട് കിട്ടും. ഹൈറ്റൻ ഗ്രാൻഡ് മാഗ്ന ട്ടോ. ഇത് 3rd ഓണറാണ്. 87 ഓടിയിട്ടുള്ളൂ. 2,15 ലക്ഷം രൂപ കൊടുക്കാം നമുക്ക്. 2,15 ട്ടോ. ഫിനാൻസ് വരും. ഇത് 2008 വണ്ടിയാണ്. 2009 29 വരെ പേപ്പറുള്ള ഡിസയർ ഡീസല്. 2nd ഓണറാണ് ട്ടോ. 2nd ഓണറാണ്. നമുക്കിത് 1,80 കൊടുക്കാം. 1,80,000 രൂപയ്ക്ക് കൊടുക്കാം. ഇല്ല, കിട്ടൂല. ഇതിന് നല്ല ആൻഡ്രോയിഡ് സിസ്റ്റം ഉണ്ട്. ഇന്റീരിയർ ഒക്കെ സൂപ്പർ. നല്ല വൃത്തി. ഓ, ഇത് 2012-13 റേസറുള്ള വെന്റോ ഹൈലൈൻ ഡീസല്. ഏറ്റവും ഫുൾ ഓപ്ഷൻ കേട്ടോ. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, ടോപ്പ് വണ്ടിയാണ്. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഡീസല് സൂപ്പർ വണ്ടിയാ. ഒരു ആവറേജ് ടയർ ഉണ്ട് കേട്ടോ. $1188 ഫാൻസി നമ്പർ. നമ്പർ പ്ലേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്, പുതിയത് വന്നിട്ടുണ്ട് നമ്മുടെ അടുത്ത്. മാറ്റാൻ സമയം കിട്ടിയില്ല, നാളെ മാറ്റും. ഇന്ന് ഞായറാഴ്ച അല്ലേ. പുതിയ നമ്പർ പ്ലേറ്റ്. ഇത് നമുക്ക് ഒരു 2,40 കൊടുക്കാം. 240 ട്ടാ. റേറ്റ് തന്നെ. നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലും പൊട്ടിച്ചു കൊടുക്കാം. ചെറുതായിട്ട് ട്ടോ. ഇത് ഡാറ്റ്സൺ റെഡിക്ക് വേണേ. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് 2018 മോഡല്. 2018 മോഡലിന്റെ മാർക്കറ്റ് ഇപ്പൊ പറഞ്ഞാല് 2,70,000 ഇത് വരും. ഇത് നമുക്ക് ചെറിയ ഭാഗം ഈ ഭാഗം ചെറിയൊരു വർക്ക് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നമ്മളിത് പൊട്ടിച്ചു കൊടുക്കണം. ഇത് നമുക്ക് 2,10 കൊടുക്കാം. 2,10,000 രൂപയ്ക്ക് നമുക്ക് വണ്ടി കൊടുക്കാം. ഓട്ടോമാറ്റിക് പെട്രോള് ട്ടാ. ഓട്ടോമാറ്റിക് പെട്രോളാണ്. ഇന്റീരിയറും സൂപ്പറാണ്. ടയർ 4 പുത്തൻ ടയർ. 4 പുത്തൻ ടയർ ഇട്ടിട്ട് ഒരു 10 കിലോമീറ്റർ ഓടിയിട്ടില്ല. ടയർ ഇട്ട് കടയിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ കൊടുത്തു നിർത്തിയതാണ്. 4 ടയറും പുത്തി ജാക്കറ്റ് ടയറാണ്. ഫിനാൻസ് ഫുള്ള് കിട്ടും. ഇതിന് 10 കൊടുക്കേണ്ട. ഇത് ചിലപ്പോ ഫുൾ ലോൺ കിട്ടും. ഫുൾ ലോൺ കയറാൻ സാധ്യത. ഇത് നിസാൻ മൈക്ര 2013 റീ ആണ്. 2013 റീ. ആൻഡ്രോയിഡ് സിസ്റ്റം, ഡീസലാണ്, ടോപ്പ് വണ്ടിയാണ്, നല്ല വണ്ടിയാ. ചെറിയ വിലക്ക് കൊടുക്കാം നമുക്ക് ട്ടാ. ഇത് നമുക്ക് 1,70,000 കൊടുക്കാം. 13 വണ്ടി. 2013 ഇതിന് കിട്ടും. ഫിനാൻസ് നമുക്ക് ഒരു 1.5 ലക്ഷം രൂപ ഫിനാൻസ് കയറും. അടുത്തത് ഇതും മൈക്രയാണ്. ഇത് 2011 5 കൊല്ലം പേപ്പർ ഉണ്ട്. 5 കൊല്ലം പേപ്പറുള്ള വണ്ടിയാണ്. 2031 വരെ പേപ്പർ. റിന്യൂവൽ കഴിഞ്ഞതാ. റീ ആണിത് ട്ടാ. ഇത് നമുക്ക് 1,80,000 രൂപ കൊടുക്കാം. ഇതിലും ആൻഡ്രോയിഡ് സിസ്റ്റം ഉണ്ട് ട്ടാ. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്താണ്. ഡീസൽ XV ബട്ടൺ സ്റ്റാർട്ട്. ഇത് രണ്ടും തന്നെ ട്ടോ. 2 ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി ഇതൊക്കെ ഉള്ളതാണ്.
ഇത് 2011 നാനോ, സെക്കൻഡ് ഓണർ ആണ്. സിംഗിൾ ആയിരുന്നത് ഇപ്പോ പുറത്ത് മാറിയിട്ടുള്ളൂ. ഇത് നമുക്ക് ഒരു 33 കൊടുക്കാം. 33 റുപ്യക്ക് ഒരു ബൈക്കിന്റെ പൈസ. 5 ആൾക്ക് മഴ കൊള്ളാതെ പോവാ. ഒരു ബൈക്ക് ഡ്രൈവ് എല്ലാവരും പഠിക്കുന്നവർക്ക് കൊടുക്കാം. 2011 മോഡൽ 33 രൂപക്ക്. ഇതാണ് ടാറ്റ സഫാരി. ഡെയ്ക്കോർ ഇഞ്ചിനും വരുന്ന ടാറ്റ സഫാരി. ഇത് സെക്കൻഡ് ഓണറാണ്, ഇപ്പോഴും സെക്കൻഡ് ഓണറാണ്. 2009 മോഡൽ 2029 വരെ പേപ്പർ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഇന്ത്യൻ ഗവൺമെന്റില് ഇതില് ഫിഷറീസ് വകുപ്പിൽ ഓടിന വണ്ടിയായിരുന്നു. അവര് ആ സമയം കഴിഞ്ഞ ഉള്ളു നല്ല വണ്ടിയാ. അത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഓക്കെ, ഫുള്ളോട് വണ്ടിയാ. കമ്പനി ഇതാ. ഓക്കെ, സെൻട്രൽ എ സി, ബാക്ക് വെൻഡോ എ സി ആണ്. ബാക്കിൽ എ സി ഉണ്ട്. ടാറല്ല, ടാറിനെക്കാട്ടൊക്കെ വലിയ വണ്ടി. അത് അന്ന് നല്ല വലിയൊരു വലിയ ഇറങ്ങിയ വണ്ടിയാണ്. അല്ല, ഇതിന്റെ കമ്പക്കാർ ഇപ്പോഴും കുറെ ഉണ്ട്. സെക്കൻഡ് ഓണറാണ്. 2029 വരെ പേപ്പർ ഉണ്ട്. 2.5 ലക്ഷം രൂപ കൊടുക്കാം നമുക്ക്. 2.5 ലക്ഷം രൂപ കൊടുക്കാം. ഇത് നമ്മളെ അൾട്ടോ 800 ആണ്. 2014-15 റേസറുള്ള വണ്ടിയാണ്. പിന്നെ ഇത് നമുക്ക് 2,40,000 രൂപ കൊടുക്കാം. കൊടുക്കാം. ഇത് നോക്കി ഫിനാൻസ് കിട്ടും. അടിപൊളിയാണ്. ഇത് 2011 ഫോർഡ് ഫിഗോ ഡീസല്. 2031 വരെ പേപ്പർ, പുതിയ പേപ്പർ ഡീസല് കേട്ടോ. ഇത് 2 ഡോർ വിൻഡോ ഒക്കെ വരുന്ന വണ്ടിയാണ്. നല്ല ടോപ്പ് വണ്ടിയാണ്. ഡീസലാണ്. നല്ല മൈലേജ് ഉള്ള അന്ന് അമേരിക്കൻ രാജാവ്. ഇത് മൈലേജ് ഒരു 24 മൈലേജ് കിട്ടും. 24-25 മൈലേജ് കിട്ടും. ഫോർഡ് ഫിഗോ ഇത് അറിയുന്ന ആൾക്കാരെ ഉപയോഗിക്കുന്നത് കൂടുതലും. ഇത് നമുക്ക് 1 ലക്ഷം രൂപ കൊടുക്കാം. 1 ലാക്ക് 5 കൊല്ലം പേപ്പറുള്ള വണ്ടി കേട്ടാ. 5 കൊല്ലം പേപ്പറുള്ള വണ്ടി 1 ലക്ഷം രൂപ കൊടുക്കാം നമുക്ക്. ഇത് ഓട്ടോമാറ്റിക് ആണ്. ഇത് 2010 പുതിയ പേപ്പർ. 2030 വരെയുള്ള പേപ്പർ. ഓട്ടോമാറ്റിക് അത് CVT ഗിയർ ബോക്സ് വരുന്ന വണ്ടിയാണ്. ടോപ്പ് എൻഡ്, അന്നത്തെ ടോപ്പ് എൻഡ് ആണ്. ഇന്റീരിയർ സൂപ്പർ വണ്ടിയാണ്. അന്നത്തെ ടോപ്പ് എൻഡ് വണ്ടി. 5 കൊല്ലം പേപ്പർ ഉണ്ട്. 2030 വരെ പേപ്പർ. ഓട്ടോമാറ്റിക്. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് 2.25 കൊടുക്കാം. 2.25 കൊടുക്കാം. ഇത് 2006 ലോറ. 2006 ലോറ അന്ന് 38 ലക്ഷം രൂപയ്ക്ക് ഇറങ്ങിയ വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇപ്പൊ സെക്കൻഡ് ഓണർ ഞാനാണ്. സെക്കൻഡ് ഓണറാണ് ഞാൻ. ഫുൾ ഓപ്ഷൻ, സൺറൂഫ്, പിന്നെ എല്ലാ ഭാഗം നോക്കി, സീറ്റ്, ആൻഡ്രോയിഡ് സിസ്റ്റം. സൺറൂഫ്. അന്നത്തെ ടോപ്പ് എൻഡ് ആണ്. എല്ലാ ഭാഗം വർക്കിംഗ് കേട്ടാ. അത് നമ്മള് പറഞ്ഞാൽ ഇത് കച്ചവടത്തിന് എടുത്തതല്ലായിരുന്നു. കച്ചവടത്തിന് എടുത്തത് തന്നെ ആയിരുന്നു. പിന്നെ എനിക്കത് കൊടുക്കാൻ തോന്നിയില്ല. ഇപ്പൊ എന്റെ അടുത്ത് ഒരു വർഷം പോരായി. ഇനിയിപ്പോ നമുക്കൊരു വേറെ വണ്ടി വന്നിട്ടുണ്ട്. അതന്നെ ലോറന്നെ, ചെറുത്. അപ്പൊ ഇത് ആളുണ്ടെങ്കിൽ കൊടുക്കാം, അത്രേ ഉള്ളൂ. ഇത് റേറ്റ് പറയാന് ഇത് നമുക്കൊരു ഇത് നമുക്ക് ഒരു 2.25 ലക്ഷം രൂപ കൊടുക്കാം. 2.25 രൂപ കൊടുക്കാം. ഓക്കെ. ഇത് 2011 2031 വരെ പേപ്പർ. പുതിയ പേപ്പറാണ്. സെക്കൻഡ് ഓണറാണ്. ചെറിയ ഓട്ടോ ഓടിയിട്ടുള്ളൂ. ഇത് നമുക്ക് 1.25 ലക്ഷം രൂപ കൊടുക്കാം. 5 സീറ്റ് ആണ്. 5 സീറ്റ് ആണ്. ഇത് നമ്മളെ ഹൈലൈറ്റ് കൺസ്ട്രക്ഷന്റെ വണ്ടിയാണ്. ഇത് അവര് ലേബറുകളൊക്കെ ഇഞ്ചുറി പറ്റി കഴിഞ്ഞാൽ ആംബുലൻസ് ആയിട്ട് ഉപയോഗിച്ചിരുന്നു. ഇത് 2009-29 വരെ പേപ്പറിലെ വാഗനർ. വാഗനർ നല്ലൊരു സാധാരണക്കാരന്റെ ഒരു ചെറിയ വിലക്ക്
ട്ടാ പിന്നെ കളർ ബ്ലാക്ക് ആ ബ്ലാക്ക് ഫുൾ ഓപ്ഷൻ ഫുൾ ബ്ലാക്ക് ആണ്. നല്ല വണ്ടിയാണ്, നല്ല നല്ല മെക്കാനിക്കലും നല്ല ഫുൾ ഓപ്ഷൻ അല്ല, അത് LXI ആണ്. റേറ്റ് അപ്പൊ ഇത് നമുക്ക് ഒരു 1.4 കൊടുക്കാം, 1.4 കൊടുക്കാം. നമ്മുടെ വീഡിയോ കണ്ടുവരുന്ന ചിലപ്പോ കണ്ണൂര് കാണും, തൃശ്ശൂര് കാണും, കോഴിക്കോട് കാണും. അപ്പൊ അവർക്ക് നമ്മളെ കസ്റ്റമർ ഒക്കെ ലോങ്ങുന്നാണ്. നമ്മളെ ഇവിടെ ഉള്ള ആൾക്കാർക്ക് നമ്മളടുത്ത് നമ്മളൊക്കെ ലോങ്ങുന്ന വരുന്നത്. ഫിനാൻസ് തന്നെ അവർക്ക് സ്കോറും കാര്യങ്ങളും അവരെ ഡോക്യുമെന്റ്സ് ഒക്കെ കറക്റ്റ് ആണെന്ന് തന്നെ നമ്മൾ ചെയ്തു കൊടുക്കും. എന്തൊക്കെയാ ഡോക്യുമെന്റ്സ് വരുന്നത്? ഇതില് ഡോക്യുമെന്റ്സ് തന്നെ ആദ്യം ആധാർ കാർഡും പാൻ കാർഡും വേണം. പിന്നെ നമുക്ക് അവരാരും ഗ്യാരണ്ടർ നിൽക്കാനുള്ള അയാളെ ചിലപ്പോ ലാൻഡ് ടാക്സ് വേണ്ടി വരും. പിന്നെ 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണം. സിവിൽ സ്കോറും മസ്റ്റ് ആണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് ലോൺ സിവിൽ ഒരു 700 വേണം, 700 വേണം. പിന്നെ നമ്മളെ സേർട്ട് ഫൈനാൻസ് നമ്മളിവിടെ ചെയ്യുന്നില്ല. ഫുൾ ലോൺ കിട്ടുന്ന വണ്ടികളൊക്കെ ഉണ്ട്, നമ്മൾ ഫുൾ ലോൺ ചെയ്ത് കൊടുക്കും. അവർക്ക് കറക്റ്റ് ആണെന്ന് തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കും. പിന്നെ എല്ലാ ജില്ലക്കാർക്കും കേരളത്തിൽ മൊത്തം ചെയ്യാം. അതുപോലെ തന്നെ ഇതിന്റെ പിന്നെ തന്നെ മോഡൽ കൂടിയ വണ്ടിക്ക് ഇത് കിട്ടുള്ളൂ. 2012, 13 മേലൊക്കെ കിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ലൊക്കേഷൻ എങ്ങനെയാ? ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ വെന്നിയൂര് എന്ന് വെച്ചാല് നമ്മളെ തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ കോട്ടക്കൽ വന്ന് കോട്ടക്കൽ രണ്ടാമത്തെ സ്റ്റോപ്പാണ് വെന്നിയൂര്. കോഴിക്കോട് ഭാഗത്തു നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഇതേമാതിരി തന്നെ കക്കാട്, മമ്പുറം, തിരുവരങ്ങാടി. അതെ വെന്നിയൂര് നമ്മൾ ലൊക്കേഷൻ അടിച്ചാൽ തന്നെ നമ്മളിത് അടിച്ചാൽ തന്നെ കിട്ടും. ഓക്കെ. വെന്നിയൂര് കപ്രാട് ഇത് സ്കൂളാണിത്. നമ്മളെ ഷോപ്പ് ഇതാ കണ്ടില്ല, നമ്മള് വെന്നൂർ കാർ വേൾഡ് ട്ടോ. കപ്രാട് അത് വിളിച്ചാൽ മതി. നമ്മള് 3-4 നമ്പർ ഉണ്ടല്ലോ, ആര് വിളിച്ചാലും ലൊക്കേഷൻ ഇട്ട് കൊടുക്കും ട്ടോ.